Good morning, children. എല്ലാവരും എനിക്ക് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നല്ല കുട്ടികൾ. ആർക്കെന്തോ ഒരു ഉഷാറില്ലാത്ത? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു അല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? പരിചയമില്ലല്ലേ? ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ മലയാള ടീച്ചർ. ഞങ്ങളുടെ ടീച്ചർക്ക് സുഖമില്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ദിയ എന്നാണ്. ഞാൻ വരുന്നത് കടങ്ങന്നാണ്. എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണമല്ലോ. പക്ഷെ എക്സാം എടുത്തത് കൊണ്ട് നമുക്ക് കുറേ പാഠങ്ങൾ തീർക്കാനുണ്ട്. നിങ്ങളുടെ ടീച്ചർ വരാത്തത് കൊണ്ട് നമുക്ക് പാഠങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് പാഠങ്ങളൊക്കെ ഒന്ന് വേഗം എടുത്ത് പോകണ്ടേ? അല്ല, നിങ്ങളുടെ ടീച്ചർ പാഠം എവിടെ വരെ എടുത്തു? മഞ്ഞപ്പാവാട വരെ എടുത്തു അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ മഞ്ഞപ്പാവാടൻ്റെ പാഠം ഒന്ന് പറഞ്ഞു തരാം കേട്ടോ കുട്ടികളെ. കഥയിലെ കുട്ടിയുടെ പേരെന്താണ് മക്കളെ? പേരില്ലല്ലേ? എന്നാൽ നമുക്കൊരു പേരിടാം. എന്താ നമുക്ക് പേരിടുക? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേര് ഞാൻ പറയട്ടെ. അമ്മക്കുട്ടി എല്ലാവർക്കും ഇഷ്ടമാണോ? നമുക്ക് അമ്മക്കുട്ടി എന്ന് പേരിട്ടാലോ? നാളെ അമ്മക്കുട്ടിയുടെ പിറന്നാളാണ്. അവൾക്ക് മഞ്ഞപ്പാവാട വേണം. അതിനു വേണ്ടി അവൾ വാശി പിടിച്ചു. നിങ്ങൾക്കൊക്കെ മഞ്ഞപ്പാവാട അല്ല, നിങ്ങളുടെ പിറന്നാളിന് നിങ്ങൾക്ക് പുത്തനുടുപ്പ് വാങ്ങി തരാറുണ്ടോ? പക്ഷെ നിങ്ങൾ വാശി പിടിക്കാറില്ലല്ലോ മക്കളെ. ഇവിടെ എന്താണ് ആ പെൺകുട്ടി ചെയ്തത്? പെൺകുട്ടിയല്ല, അമ്മുക്കുട്ടി എന്താ ചെയ്തത്? വാശി പിടിക്കുക ചെയ്യാറ്. നിങ്ങൾ വാശി പിടിക്കാറുണ്ടോ? ഇല്ല. നല്ല കുട്ടികൾ. നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത് കേട്ടോ മക്കളെ. നമ്മുടെ മാതാപിതാക്കളെ അടുത്ത് കാശില്ലാത്തപ്പോൾ കൂടുതലും അനാവശ്യമായി നമ്മൾ വാശി പിടിക്കുന്നത് നല്ലതല്ല. എൻ്റെ മക്കൾ വാശി പിടിക്കരുത് കേട്ടോ. അവിടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒരു കാശ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാ അവൾക്ക് മഞ്ഞപ്പാട വാങ്ങിക്കൊടുക്കുക? എന്നിട്ടും അവൾ മഞ്ഞപ്പാവടയ്ക്ക് വേണ്ടി ഭക്ഷണം ഒന്നും കഴിക്കാതെ വാശി പിടിച്ച് കിടന്നു. കാശില്ലാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും മാതാപിതാക്കളെ സങ്കടപ്പെടുത്തരുത്. നമ്മൾ കാശില്ലാത്ത സമയത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് കൂടുതൽ വിഷമമാവില്ലേ? അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അവൾ വിഷമിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അവളുടെ അമ്മയ്ക്ക് കൂടുതൽ സങ്കടമായി. പാവമല്ലേ ആ അമ്മ. അപ്പോ എന്താണ്, അവളുടെ അമ്മ ഒടുവിൽ പറഞ്ഞു, മഞ്ഞപ്പാവാട നാളെ വാങ്ങിത്തരാം, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പോയി. അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും ഒന്നും സന്തോഷം തോന്നിയില്ല. എന്താ കാരണം? എന്താണ്? അവൾക്ക് വാക്ക് കൊടുത്തെങ്കിലും അവരുടെ അടുത്ത് കാശ് വേണ്ടേ മക്കളെ? അപ്പോൾ അമ്മ പറഞ്ഞു, എങ്ങനെ എൻ്റെ പൊന്നുമോൾക്ക് മഞ്ഞപ്പാവാട വാങ്ങിക്കൊടുക്കും എന്ന സങ്കടത്തോടെ അച്ഛനും അമ്മയും ഇവിടെ ഇങ്ങനെ നിന്നു. അമ്മു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈയും മുഖവും ഒക്കെ കഴുകി സന്തോഷത്തോടെ കിടക്കാൻ വേണ്ടി പോയി. അപ്പോഴും അച്ഛനും അമ്മയും അപ്പുറത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മുക്കുട്ടിക്ക് എന്തായിരുന്നു പണി? മഞ്ഞപ്പാവാട ഇങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു അമ്മു അല്ലേ? അപ്പോഴാണ് അച്ഛനും അമ്മയും അവിടെ സംസാരിക്കുന്നത് അവൾ കേട്ടത്. അവർക്കൊരു കുഞ്ഞിവാവ ഉണ്ടാകുമ്പോൾ കുഞ്ഞിവാവയ്ക്ക് അരിഞ്ഞാണം വാങ്ങാനായി അമ്മ മൺകുടത്തിൽ ചില്ലറ പൈസകൾ ശേഖരിച്ചു വെച്ചിരുന്നു മക്കളെ. നിങ്ങളും ഇങ്ങനെ പൈസകൾ ശേഖരിച്ചു വെക്കാറുണ്ടോ മക്കളെ? പല തുള്ളി ചേർന്നാൽ പെരുവെള്ളം എന്നാണല്ലോ മക്കളെ. ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മൾ കുറച്ച് പൈസകൾ ശേഖരിച്ചു വെക്കുമ്പോൾ അത് ഒടുവിൽ കുറേ നാണയങ്ങളായി മാറും അല്ലേ? ഇതിനാണ് ഇങ്ങനെ പറയുന്നത്.
ഈ പൈസ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് ഉപകാരപ്പെടില്ലേ മക്കളെ? അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് കഥയിലോട്ട് വരാം മക്കളെ. അവൾക്ക് കുഞ്ഞുവാവയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അമ്മയുടെ കയ്യിൽ പിടിച്ച് വേണ്ട അമ്മയെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. കുഞ്ഞുവാവയ്ക്ക് അരിഞ്ഞാണം വാങ്ങാനുള്ള കാശ് കൊണ്ടല്ലേ എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങുന്നത് എന്ന് അമ്മ പറഞ്ഞത് കൊണ്ടാണ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ച് അങ്ങനെ പറഞ്ഞത്. അത് അവൾക്ക് സഹിച്ചില്ലായിരുന്നു. അവൾക്ക് കുഞ്ഞനിയനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കുട്ടികളല്ലേ, കുറച്ചെങ്കിലും വാശിയൊക്കെ ഉണ്ടാകും. എന്നാലും അവസാനം അവൾക്ക് മനസ്സിലായില്ലേ? അയ്യോ, ബെല്ലടിച്ചു. എന്നാൽ നമുക്കിനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ട് വരണം കേട്ടോ മക്കളെ. ഞാൻ പോട്ടെ.